അല്പസമയത്തിനുള്ളിൽ തന്നെ ബിന്ദുവിൻ്റെ മൃതദേഹം ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. അല്പസമയത്തിനുള്ളിൽ ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ മൃതദേഹം പുറത്തേക്ക് എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സംഭവം നടക്കണം. ആ സംഭവത്തിന് ശേഷമാകും പാഠങ്ങളൊക്കെ തന്നെ പലതും ഉണ്ടാവുക. ഇപ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് എഴുതിയിരിക്കുന്നത് ഇത്തരത്തിൽ അപകട മേഖലയാണ്, അവിടേക്കുള്ള പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നുവെന്നാണ്. ഇത്തരത്തിൽ ആ കെട്ടിടം പൂർണ്ണമായും അപകടത്തിൻ്റെ നിലയിലാണ് എന്ന് നേരത്തെ തന്നെ പല കുറി ആളുകളൊക്കെ തന്നെ പരാതിപ്പെട്ടതാണ്. അവിടുത്തെ ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ MBBS വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പരാതി നൽകിയതാണ്. പലതരത്തിലുള്ള പരാതികളും ഒക്കെ നിവേദനങ്ങളും ഒക്കെ തന്നെ പലതവണ നൽകിയതാണ്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. ഇത്തരത്തിലൊരു ജീവൻ അതിന് ബലി കൊടുക്കേണ്ടി വന്നു എന്നതാണ് വാസ്തവം. എന്തായാലും അല്പസമയം മുൻപ് ഇവിടുത്തെ 3ാം വർഷ വിദ്യാർത്ഥികളായിട്ടുള്ള കുറച്ച് കുട്ടികൾ നമ്മളൊന്ന് സംസാരിക്കുകയുണ്ടായി. അവർ പറഞ്ഞത് ഇനി നിങ്ങൾ ഈ ആശുപത്രിയിൽ വരുന്നത് മറ്റൊരു മരണം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും. അത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ ആണുങ്ങൾ പഠിക്കുന്ന മെൻസ് ഹോസ്റ്റലിലെ അവിടുത്തെ ഇത്തരത്തിലൊരു ദുരന്തം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും. കാരണം ഇതേ കെട്ടിടം സ്ഥാപിച്ച സമയത്ത് തന്നെയാണ് ഈ മെൻസ് ഹോസ്റ്റലും അവിടെ സ്ഥാപിച്ചത്. അതും ഏകദേശം അതിൻ്റെ പണിയൊക്കെ ഏകദേശം ഇതേ നിലയിലാണ് ഇരിക്കുന്നത്. അതും എപ്പോൾ വേണമെങ്കിലും താറുമാറായിട്ട് വീഴാം. പലതവണ അവർ ഇത്തരത്തിൽ തങ്ങൾക്ക് പുതിയ കെട്ടിടം വേണമെന്നാവശ്യപ്പെട്ട് പലതരത്തിലുള്ള പ്രതിഷേധമൊക്കെ തന്നെ നടത്തിയതാണ്. പക്ഷേ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നത് ഒരുപക്ഷെ ആ മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലിലെ ഇത്തരത്തിലൊരു അപകടം റിപ്പോർട്ട് ചെയ്യാനായിരിക്കും അവർ ദാരുണമായ രീതിയിലാണ് അവർ നേരത്തെ പറഞ്ഞിട്ട് പോയത്. എന്തായാലും ഇനി അത്തരത്തിലൊരു റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ വരാതിരിക്കട്ടെ. അതിനുവേണ്ടിയുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മരണപ്പെട്ട ബിന്ദുവിൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് പുറത്തേക്ക് എടുക്കും. മെൻസ് ഹോസ്റ്റലിന്റെ കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലിന്റെ സ്ഥിതിയും സമാനമാണ്. അടുത്ത വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ അതിന് വരേണ്ടി വരുമെന്ന് അവിടുന്ന് കുട്ടികൾ പറയേണ്ടുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. അതായത് ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കത്തെ ചൊല്ലി നേരത്തെ പരാതികൾ ഉണ്ടായിരുന്നു. നേരത്തെ അവിടെയുള്ള നാട്ടുകാരും വിദ്യാർത്ഥികളും അവിടെ രോഗികളും ഉൾപ്പെടെ പരാതി നൽകിയതാണ്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ലെന്നുള്ളത് മാത്രമല്ല, ഇന്നിപ്പോൾ ഈ അപകടം ഉണ്ടായ സമയത്ത് അവിടെ ആരും അങ്ങോട്ടേക്കില്ല, അതിന് കെട്ടിടത്തിനകത്ത് ആരുമില്ല എന്നും മന്ത്രിമാർ പറഞ്ഞതുൾപ്പെടെ ഇന്ന് ഈ വലിയ ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഷിനോജ്, അവിടെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സ്ഥലത്തിൽ എന്താണ് അവസ്ഥ? സ്ഥിതി ശാന്തമാണോ? സ്ഥിതി ശാന്തമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത് ജനപ്രതിനിധികളായിട്ടുള്ളത് ചാണ്ടി ഉമ്മൻ MLA മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത്. കോൺഗ്രസിൻ്റെ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം ഇവിടെ ഉണ്ടോ എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ രാത്രി ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ആദ്യഘട്ടത്തിൽ കോൺഗ്രസും BJPയും ഒക്കെ തന്നെ ഉച്ചയോടുകൂടി തന്നെ ഈ വാർത്ത പുറത്തു വന്ന സമയത്ത് തന്നെ വലിയ രീതിയിൽ പ്രതിഷേധമായി രംഗത്തെത്തിയതാണ്. അതിന് പിന്നാലെ അവരുടെ യുവജന സംഘടനകൾ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുന്നു. മുഖ്യമന്ത്രി കോട്ടയത്ത് നിന്ന് പരിപാടി ഉണ്ടായിരുന്നു. ആദ്യം രാവിലെ ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ശേഷം പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു എന്നത് വളരെ പെട്ടെന്നായിരുന്നു എടുത്ത തീരുമാനമായിരുന്നു. മാധ്യമങ്ങളെ ഒന്നും അറിയിച്ചില്ല. സാധാരണ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ പരിപാടി ഉള്ള സമയത്ത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ നിന്നോ അത്തരത്തിൽ CMOയുടെ ഓഫീസിൽ നിന്നൊക്കെ തന്നെ ഇത്തരത്തിൽ നിർദ്ദേശം ലഭിക്കുന്നതാണ് മുഖ്യമന്ത്രി എവിടേക്ക് എത്തുന്നു എന്ന് സംബന്ധിച്ച്. പക്ഷേ അത്തരത്തിൽ ഒരു നിർദ്ദേശവും ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് ഒരു പക്ഷേ ഇത്തരത്തിലൊരു പ്രതിഷേധമൊക്കെ വൈകിട്ടാകണം. മുഖ്യമന്ത്രി വളരെ പെട്ടെന്നാണ് ഇവിടേക്ക് എത്തിയത്. ഏകദേശം 10 മിനിറ്റ് സമയം മാത്രമാണ് ഇവിടേക്ക് ചെലവഴിച്ചത്. ആ സമയത്ത് പോലും ഈ മരണപ്പെട്ട ബിന്ദുവിൻ്റെ ബന്ധുക്കളെയോ ആരുമായി സംസാരിക്കാനോ തയ്യാറായില്ല. ഒപ്പം ഈ അപകടം നടന്ന സ്ഥലം പോലും സന്ദർശിക്കാതെയാണ് മുഖ്യമന്ത്രി ഇവിടെ നിന്ന് മടങ്ങിയതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു നല്ല രീതിയാണ്. പക്ഷേ മുഖ്യമന്ത്രി എത്തിയിട്ട് ബിന്ദുവിന്റെ കുടുംബാംഗങ്ങളെ കാണുകയോ അപകട സ്ഥലം സന്ദർശിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം.